മേഖലയിൽ സംഘർഷമുണ്ടായപ്പോൾ ഹോർമൂസ് അടഞ്ഞു, ആകാശം നിശ്ചലമായി. പക്ഷേ ദുബായ് മറുവഴികൾ തുറന്നു. ഹോർമൂസിലെ തടസ്സം ബാധിക്കാത്ത ഒമാനുമായി ഗ്രീൻ കോറിഡോർ തുറന്നു. ഹോർമൂസിനെ ആശ്രയിക്കേണ്ടതില്ലാത്ത കോർഫക്കാൻ, ഫുജൈറ തുറമുഖങ്ങൾ സജീവമായി. എമിറേറ്റ്സ് സ്കൈ കാർഗോയും രക്ഷകരായി. The ports which are in the Gulf of Oman became very active, like Corfacan and Fujairah. Then a green corridor from Oman was been created, wherein the flow of material came. Each plane takes more than 100 tons of materials flown in directly from different destinations. So all this together has minimized the effect of the disruption of the material flow into the region. എണ്ണയെ മാത്രം ആശ്രയിക്കാതെ വൈവിധ്യം നിറഞ്ഞതാണ് ദുബായിയുടെ വിപണി. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, നിർമ്മാണ മേഖലകൾ ഉൾപ്പെടെ വൈവിധ്യം ഉള്ളത്. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ബാധിക്കാത്ത വിധം നിർമ്മാണ മേഖലയ്ക്കുള്ള സ്റ്റോക്ക് സജ്ജമെന്ന് അദ്ദേഹം പറഞ്ഞു. Industry, construction and the contractors are having enough stock to continue their projects for next few months. Once the routes are open, the dust is clear, everything will come back to the normal. ഇന്ത്യയുടേതായിരുന്നു ഭക്ഷ്യമേഖലയിൽ ആശ്വാസം പകർന്ന ഏറ്റവും പ്രധാന പങ്കാളിത്തം. സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾക്ക് ക്ഷാമമേ ഉണ്ടായില്ല. That is the evidence of the support what UAE has experienced from all the strong partnership countries, and one of the strongest is India. രാജ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഡോക്ടർ മുസ്തഫ സാസ. ബിസിനസ് പ്രമുഖരുമായി ദുബായ് വിളിച്ചു ചേർത്ത കൂട്ടായ്മയിലും ഈ ആത്മവിശ്വാസം പ്രകടമായെന്ന് അദ്ദേഹം പറഞ്ഞു. സംരംഭകരോടുള്ള സന്ദേശം ഇങ്ങനെ: My message is stay focused and be on your track and continue your business with confidence. ഒമാനിലെ സോഹാർ വ്യാവസായിക തുറമുഖം, ഇൻഡസ്ട്രിയൽ സിറ്റി, ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവയുമായി സഹകരണം കൂട്ടിയിട്ടുണ്ട് ദുബായ്. ക്യാമറാമാൻ മുബഷിറിനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.